അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പാ തീരം. പ്രതിഷേധങ്ങൾക്ക് നടുവിലും തലയുയർത്തി പിണറായി സർക്കാർ. സുപ്രീം കോടതിയും പച്ചക്കൊടി വീശി. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ കേരള സർക്കാരും ദേവസ്വം ബോർഡും എന്ന് തീരുമാനിച്ചോ ആ നിമിഷം തൊട്ട് തുടങ്ങിയതാണ് പ്രതിഷേധ പരമ്പരകൾ. തുടർ നടപടികൾക്ക് എങ്ങനെയൊക്കെ തടസ്സം നിൽക്കാമെന്ന ചിന്തയിൽ പലതും കാട്ടിക്കൂട്ടുകയായിരുന്നു ചിലർ. വർഗീയതയാണെന്നും വിഭാഗീയതയ്ക്കാണ് സർക്കാർ ശ്രമമെന്നും ഒരു കൂട്ടർ നിത്യവും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏതൊക്കെ കോടതികളിൽ പരാതിയുമായി എത്താമെന്ന അന്വേഷണവും എതിർഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം സുതാര്യമാണെന്നും ശബരിമലയുടെ സുഗമമായ നടത്തിപ്പിനായും പുരോഗതിക്കായും എന്ത് ചെയ്യാനാകുമെന്ന അഭിപ്രായം തേടലാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന വിശദീകരണം ചെവിക്കൊള്ളുവാൻ എതിർപക്ഷത്തിന് താല്പര്യമില്ലായിരുന്നു. സംഘപരിവാറും BJPയും അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് അയ്യപ്പ സംഗമത്തിനെതിരെ അഴിച്ചുവിട്ടത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും കാലുകുത്താൻ വിടില്ലെന്ന ഭീഷണി വരെ നടന്നു. അയ്യപ്പ ഭക്തരോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ സംഗമത്തിൽ പങ്കെടുക്കൂ എന്നായി പിന്നീടുള്ള നിലപാട്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമര പരമ്പരകളിൽ എത്തിയവർക്ക് നേരെ എടുത്ത കേസുകൾ പിൻവലിച്ചാൽ സഹകരിക്കാമെന്നുള്ള മുറവിളിയും കേട്ടിരുന്നു. ഹൈക്കോടതിയുടെ അന്വേഷണവും ഇതിനിടയിൽ വന്നിരുന്നു. വിശദ വിവരങ്ങൾ ധരിപ്പിക്കണമെന്ന നിർദ്ദേശം കോടതിയിൽ നിന്നുണ്ടായെങ്കിലും അയ്യപ്പ സംഗമത്തെ കോടതി എതിർക്കുകയുണ്ടായില്ല. തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചു. അയ്യപ്പ സംഗമത്തിൽ സുപ്രീം കോടതി അനുമതി നൽകി. അതും ഹൈക്കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളോടെ ആഗോള അയ്യപ്പ സംഗമം നടത്താം. ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായും പാലിക്കുമെന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അറിയിച്ചു. അങ്ങനെ സംഗമം മുടക്കാനുള്ള അവസാന ശ്രമവും പരാജയത്തിലെത്തി. സംഗമം നടക്കുന്നതിന് മുമ്പ് തന്നെ സംഗമത്തിനെതിരെ ആരോപണവുമായി എത്തുന്നതിന്റെ യുക്തി ആർക്കും മനസ്സിലാകുന്നില്ല. സംഗമത്തിന് ശേഷം അതിലുണ്ടായിട്ടുള്ള പോരായ്മകളും ഭക്തരെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഉള്ളതെന്നും കണ്ടാൽ മാത്രമല്ലേ പ്രതിഷേധിക്കാൻ സാധിക്കൂ. അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ എതിർപക്ഷം ആരോപിക്കുന്നത്. BJPയും കോൺഗ്രസും എതിർപ്പിന്റെ അവസാന ശ്രമം വരെ നടത്തി നോക്കി. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ വ്യക്തമാക്കി അറിയിച്ചിട്ടും വ്യാജ പ്രചരണങ്ങളും ഭീഷണിയും തുടർന്നുകൊണ്ടേയിരുന്നു. ഫലത്തിൽ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമത്തിനായി ഒരുക്കിയിരിക്കുന്ന ജർമ്മൻ പന്തൽ പമ്പാ തീരത്ത് സമർപ്പിച്ചു. 3 വേദികൾ തന്നെ സജ്ജമാക്കിയിരിക്കുന്നു. ഒന്നാമത്തെ വേദിയായ ജർമ്മൻ പന്തലിൽ 20 രാവിലെ 10:30 ഉദ്ഘാടന സമ്മേളനം അരങ്ങേറും. പമ്പയിലെ രാമമൂർത്തി മണ്ഡപം 2018 പ്രളയത്തിൽ ഒഴുകിപ്പോയിരുന്നു. ഈ മണ്ഡപത്തിന്റെ സ്ഥാനത്താണ് 30,000 ചതുരശ്ര അടിയുള്ള പന്തൽ നിർമ്മിച്ചത്. ഇവിടെ ആശുപത്രി, സുരക്ഷാ പരിശോധന, VIP വിശ്രമമുറി, VIP ഭക്ഷണശാല, ബയോ ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. 3000 ആളുകൾക്ക് ഒരേ സമയം ഈ വേദിയിൽ ഇരിക്കാനാവുന്നതുമാണ്. കൂടാതെ സാകേതം ഓഡിറ്റോറിയമാണ് രണ്ടാമത്തെ വേദി. മൂന്നാമത്തെ വേദിയായിട്ടുള്ളത് ഹിൽ ടോപ്പിലെ പന്തലാണ്. ഉദ്ഘാടന സമ്മേളന ശേഷം നടക്കുന്ന വിവിധ ചർച്ചകൾക്ക് ഈ 2 വേദികളും ഇടമാകും. പ്രവേശന രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം തന്നെ അവസാനിച്ചിരുന്നു. 4864 പേർ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. 3000 അംഗങ്ങളെ പ്രവേശിപ്പിക്കുന്നതോടൊപ്പം വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിനെത്തിയ 250 പേരെയും ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആകെ 3250 പേർ സംഗമത്തിനായി എത്തുക. 6 കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് ദേവസ്വം മന്ത്രിയും IT മന്ത്രിയും പങ്കെടുക്കും. ആന്ധ്ര, തെലുങ്കാന, കർണാടക മന്ത്രിമാരും ചടങ്ങിനെത്തുമെന്നാണ് വിവരം. ദേവസ്വം വകുപ്പ് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പങ്കെടുക്കാമെന്ന നിലപാടെടുത്തിരുന്നു. എന്നാൽ എത്തുന്നവരുടെ വിവരങ്ങൾ വിശദമാക്കിയിട്ടില്ല. 16 രാജ്യങ്ങളിൽ നിന്നായി 500 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അവകാശപ്പെടുന്നു.
ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് വമ്പിച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നാണ്. വികസന കാര്യങ്ങൾ ചർച്ചയായാൽ പ്രയോജനപ്പെടുന്നത് നമ്മുടെ കേരളത്തിനാണ്. വിവാദങ്ങളും പ്രതിഷേധങ്ങളും അലയടിക്കുമ്പോഴും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം തന്നെ സംഗമത്തെ സ്വീകരിച്ചതിന്റെ തെളിവാണ്. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന സംഗമം വിജയ വഴിയിലെത്തട്ടെ. വികസനമാണ് നാടിന് ആവശ്യം. അതിനായി ഒരു വഴി കണ്ടെത്താനാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റിയത്. അതിനുള്ള മാർഗങ്ങളും പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്താതിരിക്കുക. തെറ്റ് വന്നാൽ നമുക്ക് വിമർശിക്കാം, ചൂണ്ടിക്കാട്ടാം. എന്നാൽ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് എങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടും? അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.